ക്രെഡിറ്റിംഗ് പോയട്രി ഷീമസ് ഹീനി. അപ്പോൾ ക്രെഡിറ്റിംഗ് പോയട്രി എന്നുള്ള നമ്മുടെ പാഠഭാഗം ഷീമസ് ഹീനി എന്ന എഴുത്തുകാരൻ 1995 അദ്ദേഹത്തിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന സമയത്ത് നടത്തുന്ന പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ എഴുത്തുകളെ കുറിച്ചും കവിതകളെ കുറിച്ചും അവരുടെ ശൈലികളും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാതും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരുപാട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ ആയത്തിൽ ഓരോ ഈച്ച് ആൻഡ് എവറി വേർഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. സോ നല്ല രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം in the Nobel lecture, as accepted here, Heaney discusses his experience growing up in a protected prehistorical pre-literate setting in the rural farm state. അപ്പം ഞാനിത് ബ്രേക്ക് ചെയ്യാണ്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല. എന്നാലും ബ്രേക്ക് ചെയ്യുന്നത് എന്തിനാ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ചെറുപ്പകാലത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തെ ആ ഒരു കാലഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രീഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രീ ലിറ്ററേറ്റ് ആയിട്ടാണ്. അതായത് ലിറ്ററേച്ചറിന്റെ ആ ഒരു ആ ലോകത്തിലോട്ട് അദ്ദേഹം വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രീഹിസ്റ്റോറിക്കലാണ്. അദ്ദേഹം ഈ എഴുത്തുകളൊക്കെ എഴുതുന്ന സമയത്ത് ആ ഒരു അയർലൻഡിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ്സ്, കത്തോലിക്കൻസ് അവർ തമ്മിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ലോകത്തിൽ തന്നെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം 1939 ജനിക്കുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലോകത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ, ചരിത്രപരമായിട്ടൊരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. എങ്കിലും ആ ചെറിയ കുട്ടി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊന്നും അല്ലാതെ അറിയുന്നില്ല. അതാണ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്നത്. ആ ഒരു സമയത്തെ പ്രീഹിസ്റ്റോറിക്കൽ പ്രീ ലിറ്ററേറ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ റൂറൽ ഫാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു ഓലമേഞ്ഞ കുടിലൊക്കെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ചെറുപ്പത്തിൽ. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഹൗ ലാംഗ്വേജ് എമനേറ്റിംഗ് ഫ്രം ദ റേഡിയോ ആൻഡ് ദ ലേറ്റർ പോയട്രി ബിക്കം ഹിസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു എ ലാർജർ കോൺഷ്യസ്നെസ് ഓഫ് ഹിസ്റ്ററി. അപ്പം അദ്ദേഹം ഈ ഒരു ചെറുപ്പകാലത്ത് ഒരുപാട് ഈ റേഡിയോയിൽ നിന്ന് വരുന്ന ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ അതേപോലെ ലാംഗ്വേജസ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ചൊക്കെ പോയട്രി ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ലോകത്തിനെ കുറിച്ചും സാഹിത്യത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഹി സേസ് ദാറ്റ് വാട്ട് ഹി സ്ട്രെങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാതും ഞാൻ പറയുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞുതരാമെന്ന് മാത്രമേ ഉള്ളൂ. ഹി സേസ് ദാറ്റ് വാട്ട് ഹി സ്ട്രെങ്സ് ഫോർ ഇൻ പോയട്രി ദാറ്റ് ഹി റീഡ്സ് ആൻഡ് റൈറ്റ്സ് ഈസ് എ ഫുള്ളി റിയലൈസ്ഡ് വോയിസ് ഓഫ് ട്രൂത്ത് that can persuade us to see the rightness of the world despite all evidence towards its wrongness. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താണ് പോയട്രിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ആ ഒരു പോയട്രി അതല്ലെങ്കിൽ ഈ ഒരു കവിതകളിലൂടെ എന്തിലാണെങ്കിലും അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ ഹി സ്ട്രെയിൻസ് ഫോർ ഇൻ ദ പോയട്രി അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹി റീഡ്സ് ആൻഡ് റൈറ്റ്സ് ഈസ് അതല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്ന കവിതകളിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ ചോദിച്ചാൽ എ ഫുള്ളി റിയലൈസ്ഡ് വോയിസ് ഓഫ് ട്രൂത്ത് ദാറ്റ് ക്യാൻ പെർസ്യൂഡ് അസ് ടു സീ ദ റൈറ്റ്നെസ് ഓഫ് ദ വേൾഡ്. അപ്പൊ ഈ ലോകത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന സത്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡെസ്പൈറ്റ് ഓൾ എവിഡൻസ് ടുവാർഡ്സ് ഇറ്റ്സ് റോങ്നെസ്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് പറയാൻ നമ്മളുടെ മുമ്പിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യം കാണിക്കാൻ നമ്മുടെ കവിതക്ക് കഴിയണം എന്നാണ് പറയുന്നത്. അതായത് ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കവിതകൾക്ക് യാഥാർത്ഥ്യം കാണിക്കാൻ ഫുള്ളി റിയലൈസ്ഡ് വോയിസ് ഓഫ് ട്രൂത്ത് ആയിട്ട് നിലനിൽക്കാൻ കഴിയണം. അതാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വായിക്കാൻ ആഗ്രഹിക്കുന്നതും അത് സെയിം ആണ്. സോ ഇനി ടെക്സ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ വെൻ ഐ ഫസ്റ്റ് എൻകൗണ്ടേർഡ് ദ നെയിം ഓഫ് ദ സിറ്റി ഓഫ് സ്റ്റോക്ക്ഹോം ഐ ലിറ്റിൽ തോട്ട് ദാറ്റ് ഐ വുഡ് എവർ വിസിറ്റ് ഇറ്റ്, നെവർ മൈൻഡ് എൻഡ് അപ്പ് ബീങ് വെൽക്കംഡ് ടു ഇറ്റ് ആസ് എ ഗസ്റ്റ് ഓഫ് സ്വീഡിഷ് അക്കാദമി ആൻഡ് നോബൽ ഫൗണ്ടേഷൻ. അപ്പം സ്വീഡിഷ് അക്കാദമിയാണ് നോബൽസും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അതിഥിയായിട്ട് ഞാൻ ഈ ഒരു സ്റ്റോക്ക്ഹോമിലോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചെറുപ്പകാലത്ത് ഈ ഒരു സ്റ്റോക്ക്ഹോം എന്ന നഗരത്തിന്റെ പേര് കേൾക്കുമ്പോഴൊന്നും ഞാൻ ഇങ്ങനെ അതും ഈ ഒരു നോബൽ സമ്മാന ജേതാവായിട്ട് ഇവിടെ എത്തുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗത്തിന്റെ ആ ഒരു ഇതിൽ പറയാണ്. ഇനി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മേ ബി നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് മേ ബി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ പറയാം. വെൻ ഐ വാസ് ദ എൽഡസ്റ്റ് ചൈൽഡ് ഓഫ് എൻ എവർ ഗ്രോവിംഗ് ഫാമിലി ഇൻ റൂറൽ കൗണ്ടി ഡെറി നാട്ടോ, കോഡെറി എന്നുള്ളത് കൗണ്ടി ഡെറി. We crowded together in the 3 rooms of a traditional thatched farmstead and lived a kind of den life which was more or less emotionally and intellectually proofed against the outside world.
അപ്പം കൗണ്ടിഡറി എന്ന് പറയുന്നത് ഈ നോർത്തേൺ ഐലൻഡിൽ ഒരു പ്രദേശമാണ്. അപ്പം അവിടെ വളരെ വളരെ ചെറിയതായിട്ടുള്ള ഒരു റൂറൽ ഏരിയയിൽ എവർ ഗ്രോവിംഗ് ഫാമിലി എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയിൽ ഒരു താച്ച് ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ ഓല മേഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു കുടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം വളരുന്നത്. ഒരു 3 റൂം മാത്രമല്ല, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു താച്ചഡ് ഫാം സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ജീവിക്കുന്ന ജീവിതത്തിന് അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഡെൻ ലൈഫ് എന്നാണ് പറയുന്നത്. ഈ ആല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൽ പോലെയുള്ള ഒരു ജീവിതം എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ആളുകൾ ഫുള്ള് ശബ്ദം, കോലാഹലം, അതൊക്കെയാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. വിച്ച് വാസ് മോർ ഓർ ലെസ് ഇമോഷണലി ആൻഡ് ഇന്റലക്ച്വലി പ്രൂഫ്ഡ് അഗെയിൻസ്റ്റ് ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പം അങ്ങനത്തെ ഒരു ലൈഫ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇടയിൽ ഒരുപാട് നല്ല ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും പുറം ലോകമായിട്ട് ഭയങ്കര ബന്ധങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. It was an intimate, physically, creaturely existence in which the night sounds of the horse in the stable beyond one bedroom wall mingled with the sounds of adult conversation from the kitchen beyond the other. അതായത് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻ, അതായത് എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. മാത്രമല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ കുതിര, അതിന്റെ ശബ്ദം കേൾക്കാം രാത്രി കിടക്കുന്ന സമയത്ത്. അതല്ലെങ്കിൽ അഡൾട്ട് കോൺവെർസേഷൻ ഫ്രം ദ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരൊക്കെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ പരസ്പരം എല്ലാം കേൾക്കാൻ പറ്റുന്ന ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സെറ്റപ്പിലാണ് അയാൾ വളർന്നു വന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ അടുത്ത നെക്സ്റ്റ് 2 പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് കൂടുതലായിട്ടും എങ്ങനെയാണ് അവിടുത്തെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, അതായത് കുറച്ചപ്പുറത്ത് ട്രെയിൻ പോകുമ്പോൾ അവർ വീടിന്റെ അടുത്ത് വെച്ചിട്ടുള്ള ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, വാട്ടറിൽ ഈ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള ഈ ബക്കറ്റിൽ അതിന്റെ ഒരു എന്താ പറയാ വേവ്സും കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു ചെറുപ്പകാലത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല ഈ 2 പാരഗ്രാഫ്. പിന്നെ അതിൽ നെക്സ്റ്റ് ആയിട്ടുള്ള പാരഗ്രാഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് ഈ BBC ന്യൂസ് ലീഡറിനെ കുറിച്ച് പറയുന്നത്. അതായത് അവരുടെ ഈ ഒരു നമ്മുടെ ഏരിയയിലുണ്ടാവും ഈ ഒരു സിഗ്നൽ വെച്ചിട്ട് അവർ ഈ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, അതല്ലെങ്കിൽ അങ്ങനെ സിഗ്നലിനനുസരിച്ച് അവർക്ക് ഈ ഒരു വാർത്ത കേൾക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിൽ പറയുന്നത്. അപ്പം ഒരു ഭാഗത്ത് മുതിർന്നവർ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടാവും, മറ്റൊരു ഭാഗത്ത് ഈ ഒരു റേഡിയോ എന്ന് വരുന്ന ന്യൂസോ അല്ലെങ്കിൽ വാട്ടവർ എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആകപ്പാടായിട്ടുള്ള ഒരു മിങ്കിൾഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സന്ദർഭത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്നുണ്ട്. വി കുഡ് പിക്ക് അപ്പ് ദ നെയിംസ് ഓഫ് നൈബേഴ്സ് ബീങ് സ്പോക്കൺ ഇൻ ദ ലോക്കൽ ആക്സെന്റ്സ് ഓഫ് അവർ പാരന്റ്സ് ആൻഡ് ഇൻ ദ റെസണേറ്റ് ഇംഗ്ലീഷ് ടോൺസ് ഓഫ് ദ ന്യൂസ് റീഡർ the name of bombers and of the cities bombed, of war fronts and army divisions, the number of planes lost and prisoners taken, of casualties suffered and advances made, and always of course we would pick up to those other solemn and oddly blazing words, the enemy and allies. അപ്പം ഇനി പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരെ സംസാരിക്കുന്ന ആ ഒരു ആക്സെന്റിൽ അവരുടെ നാട്ടിലത്തെ ആളുകളുടെ പേരുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതോടൊപ്പം തന്നെ അവർ കേൾക്കുന്ന മറ്റൊരു ആക്സെന്റ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂസിലൂടെ കേൾക്കുന്ന ഒരു ഡിഫറെന്റ് ആക്സെന്റ് ആണ്. അവരുടെ ആ ഒരു ഭാഷാ ശൈലി അല്ല അവർ കേൾക്കുന്നത്, ഒരു ഡിഫറെന്റ് ഉള്ള ഒരു ആക്സെന്റ് ആണ്. അപ്പൊ ഈ ഒരു ന്യൂസ് റീഡർ പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ നെയിം ഓഫ് ബോംബേഴ്സ്, അതായത് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ബോംബേഴ്സിന്റെ പേര്, അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റിയിലാണ് ബോംബ് ഇട്ടത്, പിന്നെ അതുപോലെ ആർമി ഡിവിഷൻസ്, അതുപോലെ എത്ര പ്ലെയിന് പിടിച്ചുകൊണ്ട് പോയി, എത്ര ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി, അതുപോലെ എത്ര ആൾക്കാർക്ക് പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ട് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ന്യൂസ് റീഡർ വായിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ന്യൂസിലൂടെ എന്നുകൂടെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. But even so, none of the news of these world spams entered me as terror. അപ്പൊ അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ ഒരു ന്യൂസ് റീഡർ ഇങ്ങനെ പറയുന്ന അങ്ങനെ പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും അദ്ദേഹത്തിന് ഇതെന്തോ ഒരു ഭീതിപരമായിട്ടുള്ള കാര്യമായിട്ടോ ഭയാനകമായിട്ടോ ഒരു യുദ്ധത്തിന്റെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു കുട്ടിയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനി if there was something ominous in the newscatter's tones, there was something topid about our understanding of what was at stake, and if there was something culpable about such political ignorance in that time and place, there was something positive about the security I inhabited as a result of it. അപ്പം ന്യൂസ് റീഡറുടെ ആ ഒരു സൗണ്ടിൽ ഒരു
സൂചകമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ കൂടിയിട്ടും അവർക്ക് എന്ത് ചെയ്യില്ല, ഇത് മനസ്സിലാവില്ല. ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അങ്ങനെ മനസ്സിലാവാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സംഭവം അത് അത്ര നല്ല കാര്യമല്ല, ഈ ലോകത്തെക്കുറിച്ച് നടക്കുന്നതൊന്നും അറിയാത്തത് എങ്കിൽ കൂടിയിട്ടും ആ സമയത്തിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു സെക്യൂരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ലോകത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പറയാണ്. The war time, in other words, was pre-reflective times for me. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ ഒരു വാറിന്റെ സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രീ റിഫ്ലക്റ്റീവ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. പ്രീ ലിറ്ററേറ്റീവ്, അദ്ദേഹം സാഹിത്യത്തിലോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രീ ഹിസ്റ്റോറിക്കൽ ഇൻ ഇറ്റ്സ് വേ. ദെൻ ആസ് ദ ഇയേഴ്സ് വെന്റ് ഓൺ and my listening became more deliberate. I would climb up on an arm of our big sofa to get my ear closer to the wireless speaker. അപ്പം അദ്ദേഹം വളർന്നു വരുന്നതിനനുസരിച്ച് അദ്ദേഹം ഈ ന്യൂസ് കേൾക്കുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കി കുറച്ചും കൂടെ ഡെലിബറേറ്റ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി, ഒന്നും കൂടെ വിശകലനം ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ സോഫ ഉണ്ടാവും, ഈ സോഫയുടെ ഒരു കയ്യിൽ കയറി നിന്നിട്ട് കൂടുതൽ ചെവിയുടെ അടുത്ത് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് അദ്ദേഹം ജീവിക്കുന്നത് ഭയങ്കര ഒച്ചപ്പാടുള്ള ഒരു വീട്ടിലാണല്ലോ, അപ്പൊ കൂടുതൽ ചെവി അടുത്ത് വെച്ചിട്ട് കേൾക്കുമായിരുന്നു എന്ന് പറയാണ്. പിന്നെ ആ സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഈ ഒരു വാർ ടൈം ന്യൂസോ കാര്യങ്ങളോ ഒന്നും അല്ല അദ്ദേഹത്തിന് അപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടോ ത്രില്ലിഡ് ആയിട്ടോ ഉണ്ടായിരുന്നത്. ഈ ന്യൂസ് ഒന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ആ സമയത്ത് തോന്നിയിട്ടുള്ളത് കുറച്ച് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്പെഷ്യൽ ഏജന്റിന്റെ കുറെ സീരീസ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെയായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. ക്യാപ്റ്റൻ W.E. ജോൺസിന്റെ അഡ്വഞ്ചർ ആയിട്ടുള്ള കഥകള്, കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ റാഫ് ഫ്ലൈയിങ് ഏസ് കോൾഡ് ബിഗിൾസ്, അത് പറപ്പിക്കുന്നതിന്റെ കാര്യങ്ങള് ഒക്കെ. Now that the other children were older and there was so much going on in the kitchen, I had to get close to the actual radio set in order to concentrate my hearing. And in that intent proximity to the dial, I grew familiar with the names of foreign stations, with Leipzig and Oslo, സ്റ്റഡ്ഗാർട്ട്, ഇതൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേരാട്ടോ. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹമായിരുന്നു അവിടുത്തെ മുതിർന്ന കുട്ടി, ബാക്കിയുള്ളവരൊക്കെ ചെറിയ കുട്ടികളാണ്. ബാക്കിയുള്ളവരൊക്കെ വർത്താനം പറയുന്ന സമയത്ത് കൂടുതൽ അടുത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെവി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പുതിയ സ്ഥലനാമങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പൊ അതിലൊന്നാണ് സ്റ്റോക്ക്ഹോം. ഓക്കെ. I also got used to hearing short bursts of foreign languages as the dial hand swept round from BBC to Radio Erin, from the intonations of London to those of Dublin. And even though I did not understand what was being said in those first encounters with the gutturals and sibilants of European speech, I had already begun a journey into wideness of the world beyond. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് ചോദിച്ചാൽ, ആ ഒരു BBC നിന്നും വേറെ ഏതെങ്കിലും സ്റ്റേഷനിലോട്ടൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ ചാനലൊക്കെ മാറ്റിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിലപ്പോൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ആക്സെന്റ് കേൾക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള, അതായത് ഒരു വ്യാകരണങ്ങളും ഉച്ചാരണങ്ങളും ഒക്കെ വ്യത്യസ്തപ്പെട്ടിട്ടുള്ള ഒരു ഭാഷകളും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ അദ്ദേഹം ഇതിലൂടെയൊക്കെ പതിയെ ഒരു ഭാഷയുടെ സാഹിത്യത്തിന്റെ ഒരു പുതിയ ലോകത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. This in turn became a journey into the wideness of language, a journey where each point of arrival, whether in one's poetry or one's life, turned out to be a stepping stone rather than a destination. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തിലോട്ടുള്ള ഒരു യാത്രയായിട്ടാണ് അദ്ദേഹം തോന്നിയത്. അദ്ദേഹം പറയുന്നത് ഇതൊരു ജേർണി ആയിട്ടാണ്, അതായത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ റദർ ദാൻ എ ഡെസ്റ്റിനേഷൻ. ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് ചെന്ന് എത്തി നിൽക്കുകയാണ്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള വഴികളാണ്. അദ്ദേഹം പറയുന്നത് ഇതൊരു സ്ഥലത്ത് എത്തിയെന്നതിനപ്പുറത്തേക്ക് വേറെ ഏതൊക്കെയോ സ്ഥലത്തിലോട്ട് എത്താനുള്ള വഴികളാണ്, അതായത് ഇനിയും ഒരുപാട് ദൂരം കടന്നു പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഇത് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് പതിയെ സാഹിത്യത്തിന്റെയും ഭാഷയുടെയും ഒക്കെ ലോകത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു സന്ദർഭത്തെ അദ്ദേഹം നോബൽ സമ്മാനം വാങ്ങുന്ന ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്നത്, ആൻഡ് യെറ്റ് ദ പ്ലാറ്റ്ഫോം ഹിയർ ഫീൽസ് മോർ ലൈക്ക് എ സ്പേസ് സ്റ്റേഷൻ ദാൻ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. സോ ദാറ്റ് ഈസ് വൈ ഫോർ വൺസ് ഇൻ മൈ ലൈഫ് ഐ ആം പെർമിറ്റിംഗ് മൈസെൽഫ് ദ ലക്ഷറി ഓഫ് വാക്കിംഗ് ഓൺ ദ എയർ. അപ്പൊ അദ്ദേഹം പറയുന്നത് അതൊരു സ്പേസ് സ്റ്റേഷനെ പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. മാത്രമല്ല ആ ഒരു സമയത്തായിട്ട് മാത്രം നിനക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലക്ഷറി ഓഫ് വാക്കിംഗ് ഓൺ എയർ, അതായത് എന്തൊക്കെയോ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം നോബൽ സമ്മാനത്തിന് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ എനിക്കൊരു എയറിലൂടെ നടക്കുന്ന ഒരു ലക്ഷറി നൽകുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാഹിത്യപരമായിട്ട് പറയാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി എന്നതിനെ കുറിച്ച്. ഓക്കെ.
അവിടെ പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് താഴെയുണ്ട്. ഐ ക്രെഡിറ്റ് പോയട്രി ഫോർ മേക്കിംഗ് ദി സ്പേസ് വാക്ക് പോസിബിൾ. അപ്പം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാൻ കാരണമായതും അദ്ദേഹത്തിന് ഈ ഒരു ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കാരണമായതിനും ഒക്കത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് പോയട്രിക്കാണ്. ഇതാണ് നമ്മുടെ ക്രെഡിറ്റിംഗ് പോയട്രി. ഓക്കെ, ഇനിയുള്ളത് അദ്ദേഹം എങ്ങനെയാണ് ചെറുപ്പകാലത്ത് ഓരോ ഇപ്പം when he was a child or a school boy, he loved John Keats' ode to autumn. ടു ഓട്ടം എന്നുള്ള ജോൺ കീറ്റ്സിന്റെ ഒരു പോയമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ദർ വാസ് എ കണക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സെൻസേഷൻ. ഞാനിത് കുറച്ച് പാരാഫ്രൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം സ്കൂൾ പോയി ആയിരിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് ജോൺ കീറ്റ്സിന്റെ ഓട്ടമായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്യൂറിംഗ് അഡോളസെൻസ് പീരിയഡ് ഹി ലവ്ഡ് ഗേർൽ ആൻഡ് മാൻലി ഹോപ്പിംഗ്സിന്റെ ഒരു പോയമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹി ഓൾസോ ലവ്ഡ് റോബർട്ട് ഫ്രോസ്റ്റ് ഫോർ ഹിസ് ഫാമേഴ്സ് അക്യുറസി. അപ്പൊ അദ്ദേഹം റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾസോ ചോസർ ചോസർ വേറൊരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാർ പോയട്രി വിൽഫ്രഡ് ഓവൻ. ഹി ഓൾസോ യൂസ്ഡ് ടു റീഡ് ആൻഡ് ലവ് വാർ പോയട്രി ഓഫ് വിൽഫ്രഡ് ഓവന്റെ നമ്മൾ ഈ ഒരു സെഞ്ചുറി ലേറ്റർ എന്നുള്ളൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൽഫ്രഡ് ഓവന്റെ ഒരു കവിതയെക്കുറിച്ചൊക്കെ. അപ്പോൾ വിൽഫ്രഡ് ഓവന്റെ വാർ പോയട്രി, കൂടുതലായിട്ട് യുദ്ധമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയട്രി, അപ്പോൾ അതുമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ലേറ്റർ ഓൺ എലിസബത്ത് ബിഷപ്സിന്റെ സ്റ്റൈല്, അതുപോലെ തന്നെ റോബർട്ട് ലോവൽസ്, അങ്ങനെ ഒരുപാട് എഴുത്തുകാരെ കുറിച്ച് അദ്ദേഹം പതിയെ ഇഷ്ടപ്പെട്ട് വരുന്നതിനെ കുറിച്ചാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട് നോർത്തേൺ അയർലൻഡിലാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത്. ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ദ നോർത്തേൺ അയർലൻഡ് ആൻഡ് ഓഫ് ഹാവിംഗ് ലിവ്ഡ് വിത്ത് ദാറ്റ് പ്ലേസ് ഈവൻ ദോ ഐ ഹാവ് ലിവ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് ഫോർ ദ പാസ്റ്റ് ക്വാർട്ടർ ഓഫ് സെഞ്ചുറി. അതായത് അദ്ദേഹം കൂടുതൽ സമയവും ഈ ഒരു നോർത്തേൺ അയർലൻഡിലാണ് അദ്ദേഹം ജനിച്ച് വളർന്നത് എങ്കിലും കൂടുതൽ സമയം ഇപ്പം അദ്ദേഹം ജീവിച്ചിട്ടുള്ള പുറത്തെവിടെയോ ആണ്. അങ്ങനെയാണെങ്കിൽ പോലും കുറച്ച് സമയമാണെങ്കിൽ പോലും നോർത്തേൺ ഐലൻഡിൽ നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ആ നോർത്തേൺ ഐലൻഡ് പൊതുവെ എക്സ്ട്രാവാഗൻസ് ഓഫ് ആസ്പിറേഷൻ, അതുപോലെ തന്നെ ഫ്ലറിഷ് ഓഫ് റിട്ടോറിക് ഓർ എക്സ്ട്രാവാഗൻസ് ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളെ ഒന്നും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതായത് അമിതമായിട്ടുള്ള കാര്യങ്ങൾ, അമിതമായിട്ടുള്ള ആശകൾ, എക്സ്ട്രാ വാഗൻസ്, അതിനൊന്നും ഒരു സപ്പോർട്ട് ചെയ്യാത്ത, എൻകറേജ് ചെയ്യാത്ത ഒരു സ്ഥലമായിട്ടാണ് നോർത്തേൺ ഐലൻഡ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലമാണെങ്കിലും അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില സമയത്താണെങ്കിൽ പോലും ചിലരുടെ ഒന്നും എഴുത്തുകൾ അപ്രീഷിയേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതായത് ചുരുക്കി പറയാം, ആസ് എ റിസൾട്ട് ഓഫ് ഹാവിംഗ് ഇന്റേണലൈസ്ഡ് ദീസ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ അദ്ദേഹം അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു. ആറ്റിറ്റ്യൂഡ്സ് ത്രൂ ഗ്രോവിംഗ് അപ്പ് ദർ ഐ ഡിഡന്റ് ഗീവ് ഡ്യൂ ക്രെഡിറ്റ് ടു പോയിറ്റ്സ് ലൈക്ക് എമിലി ഡിക്കൻസൺ, സ്റ്റീവൻസ്, റെയ്നർ മെറിയ ലൈക്ക്, ഓക്കെ, അങ്ങനത്തെ ആളുകൾക്കൊന്നും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹം അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരെയും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ആ പാരഗ്രാഫിന്റെ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് എന്താണ് ഒരു പോയറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. എ പോയറ്റ് ഹാസ് ദ ഡ്യൂട്ടി ടു ഗിവ് ഹോണസ്റ്റ് വ്യൂസ് ഓൺ ദ പബ്ലിക് ഹാപ്പനിങ്സ് അറൌണ്ട് ഹിം ആസ് ദേ അഫക്ട് ദ സൊസൈറ്റി. അദ്ദേഹം പറയുന്നുണ്ട് ഒരു പോയറ്റ് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്റെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് പറയണം എന്ന് പറയുന്നുണ്ട്. അത് സൊസൈറ്റി, അത് സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യസന്ധമായിട്ടുള്ള പോയറ്റ് ആയിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക് ഹാപ്പനിങ്സിനെ കുറിച്ച് റിയൽ ആയിട്ട് സംസാരിക്കണം എന്നാണ്. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് പോയറ്റിന്റെ ഡ്യൂട്ടി എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഹാറോവിംഗ് മൊമെന്റ്സ് ഇൻ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദ ഹാറോവിംഗ് ഓഫ് ദ ഹേർട്ട് ഓഫ് നോർത്തേൺ ഐലൻഡ്. അതായത് അദ്ദേഹം ആ ഒരു സമയത്ത് 1976 ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ജോലി കഴിഞ്ഞിട്ട് മടങ്ങുന്ന സമയമായിരുന്നു. എ മിനി ബസ് full of workers being driven home one January evening in 1976 was held up by armed and masked men and the occupants of the van ordered at gunpoint to line up the side of the road. അതായത് ഈ ഒരു മിനി ബസ് ഫുൾ ഓഫ് വർക്കേഴ്സ് അവർ തിരിച്ച് വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് കുറച്ച് ഗണ്ണൊക്കെ ആയിട്ടുള്ള, കുറച്ച് മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തി ഓരോരുത്തരും ഗൺ പോയിന്റിൽ നിർത്തി.
എന്നിട്ട് then one of the masked executioners said to them, any Catholics among you, step out here. നിങ്ങളുടെ ആരുടെങ്കിലും ഇടയിൽ കത്തോലിക്സ് ഉണ്ടോ? അതായത് ഇവിടെ പ്രൊട്ടസ്റ്റന്റ്സും കത്തോലിക്കൽസും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ആരുടെയെങ്കിലും ഇടയിൽ കത്തോലിക്സൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഉണ്ടെങ്കിലും മാറി നിൽക്കാൻ പറയും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരാൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കാൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആളുകൾ അവരുടെ കൈ പ്രസ് ചെയ്തിട്ട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, പോവണ്ട, ഞങ്ങൾ ആരും ഒറ്റ കൊടുക്കില്ല. അതായത് നിങ്ങൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞാലുള്ളല്ലോ ഇവരെന്തെങ്കിലും നിങ്ങൾ ചെയ്യുക, ഞങ്ങൾ ആരും ഒറ്റ കൊടുക്കില്ല, നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. പക്ഷെ സം ഹൗ അറ്റ് ലാസ്റ്റ് ദ മാൻ സ്റ്റെപ്ഡ് ഇൻ ഫ്രണ്ട്. അതായത് ഈ ഒരു കത്തോലിക്കനായിട്ടുള്ള ഏകമായിട്ടുള്ള ഈ ഒരു ഒറ്റരായിട്ടുള്ള ഒരാൾ അതിലുണ്ടായിട്ടുണ്ട്, അയാൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഒരു കത്തോലിക്കനായിട്ടുള്ള ആളെ ഇപ്പോൾ കൊല്ലും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് വാസ് നോട്ട് ഹാപ്പൻഡ്. എന്താണ് ഹാപ്പൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഈ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ തെരയാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നുകൊണ്ട് കത്തോലിക്കൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട്, ഹി ഫെൽറ്റ് ദ ഹാൻഡ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് വർക്കർ നെക്സ്റ്റ് ടു ഹിം ടേക്ക് ഹിസ് ഹാൻഡ് ആൻഡ് സ്ക്യൂസ് ഇറ്റ് ഇൻ എ സിഗ്നൽ ദാറ്റ് സെഡ് നോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു പ്രൊട്ടസ്റ്റന്റ് ആൾ പറയുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് പോവരുതെന്ന് പറയുന്നുണ്ട്. ബട്ട് ദ മാൻ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ ലൈൻ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, എങ്ങനെയോ ഈ ഒരു കത്തോലിക്കൻസ് സത്യം പറയാനുള്ള രീതിയിൽ കത്തോലിക്കലായിട്ടുള്ള ആൾ മുന്നോട്ട് വരുന്നുണ്ട്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് എ ഗൺ അറ്റ് ഹിസ് ടെമ്പിൾ ഹി വാസ് ത്രോൺ ബാക്ക്വാർഡ് ആൻഡ് away as the gunman opened fire on those remaining in the line. അപ്പോൾ ആ ഒരാളെ കൊല്ലുന്നതിന് പകരം ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊല്ലും. അതായത് കത്തോലിക്കനെ കൊല്ലാതിരിക്കും, ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റ്സിനെ കൊല്ലും. അപ്പൊ ഈ ഒരു സംഭവം അദ്ദേഹത്തിന് എന്തോ വളരെ ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോമറിന്റെ കവിതയുണ്ടല്ലോ തുടക്കത്തിലുള്ളത്. അപ്പൊ ആ ഒരു ഒഡീസിയസിന്റെ ഒരു കഥയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഹോമറിന്റെ ഒരു സിമിലി ഉണ്ട്. അതായത് ഒഡീസിയസ് ആ സമയത്ത് യുദ്ധത്തിന്റെ സമയത്ത് കരയുന്ന ഒരു ഇതുണ്ട്. ആ ഒരു അതിനോട് ഉപമിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ യുദ്ധമുഖത്ത് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുന്തമുനകൾക്ക് പുറം കൊടുത്തുകൊണ്ട് ഭർത്താവിനെ മരിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പം ഭർത്താവിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഉപമയാണ് പറയുന്നത്. When the bard Demodocus sings of the fall of the Troy and of the slaughter and that accompanied it, Odysseus weeps and Homer says that. അതായത് ഈ ഒരു ട്രോയിയുടെ ഒരു പതനത്തെക്കുറിച്ചും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന കൊലകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഒഡീസിയസ് വീപ്പ് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. Homer says that his tears were like the tears of a wife on the battlefield, weeping for the death of a fallen husband. അപ്പോൾ ഈ സമയത്ത് ഒഡീസിയസിന്റെ കണ്ണുനീര് എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് തന്റെ മരിക്കാൻ കിടക്കുന്ന ആ ഒരു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഭാര്യ പൊഴിക്കുന്ന കണ്ണുനീര് പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഉപമയെ കുറിച്ച് പറയുന്നുണ്ട്. ഹിസ് എപ്പിക് സിമിലി കണ്ടിന്യൂസ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സിമിലി വരുന്നത് നോക്കാം. അറ്റ് ദ സൈറ്റ് ഓഫ് ദ മാൻ പാന്റിങ് ആൻഡ് ഡൈയിങ് ദർ ഷീ സ്ലിപ്സ് ഡൗൺ ടു എൻഫോൾഡ് ഹിം ക്രൈയിങ് ഔട്ട്. അപ്പം അദ്ദേഹം ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് അവിടെ മരിക്കാൻ പോവുകയാണെന്ന് കാണുമ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു സ്ത്രീ അവിടെ ചെന്നിട്ട് എൻഫോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് കെട്ടിപ്പിടിക്കുന്നു ഒക്കെ ഉണ്ട് കരഞ്ഞുകൊണ്ട്. ദെൻ ഫീൽസ് ദ സ്പിയേഴ്സ് പ്രോഡിങ് ഹെർ ബാക്ക് ആൻഡ് ഷോൾഡേഴ്സ്. അപ്പൊ ആ സമയത്ത് യുദ്ധമുഖത്ത് നടുക്ക് പോയിട്ട് ഭർത്താവിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് എന്ത് വന്ന് കുത്തും, കുന്തവും അമ്പും ഒക്കെ വന്ന് കുത്തുന്നുണ്ട്. ആൻഡ് ഗോസ് ബോൺ ഇൻ ടു സ്ലേവറി ആൻഡ് ഗ്രീഫ്. അങ്ങനെ ആ ഒരു സ്ത്രീയെ അടിമയാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്താണ് പറയുന്നത്. പിറ്റിയസ് വീപ്പിംഗ് വിയേഴ്സ് എവേ ഹെർ ചീക്സ് ബട്ട് നോ മോർ പിറ്റിയസ് ദാൻ ഒഡീസിയസ് ടിയേഴ്സ് ക്ലോക്ക്ഡ് ആസ് ദേ വർ നൗ ഫ്രം ദ കമ്പനി. അപ്പം ഈ ഒരു സ്ത്രീയുടെ കണ്ണുനീര്, ഈ ഒരു യുദ്ധമുഖത്ത് ഇങ്ങനെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇതാക്കാൻ പോയി ഈ ഒരു സ്ത്രീയുടെ കണ്ണുനീര് എന്ന് പറഞ്ഞാൽ നോ മോർ പിറ്റിയസ് ദാൻ ഒഡീസിയസ് ടിയേഴ്സ്. ഒഡീസിയസിന്റെ കണ്ണുനീരിനേക്കാൾ പിറ്റിയസ് ഒന്നല്ല. അതായത് ഒഡീസിയസിന്റെ കണ്ണുനീരിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം എന്നാണ് പറയുന്നത്. സോ ഇതൊരു സിമിലിയാണ്. ഇത് സിമിലി എന്ന് പറഞ്ഞാൽ ഒരു ഉപമയാണ്. അപ്പോൾ ഈ ഒരു ഉപമയെ കുറിച്ച് നമ്മുടെ ഓഥർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ യുദ്ധം നടന്നു. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, നാസിന്റെ അതായത് ഹിറ്റ്ലർ, ജർമ്മനി, നാസീസ് പ്രോബ്ലംസ് ആൻഡ് എവറിത്തിങ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്യാമ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ട് അവിടുത്തെ ചിത്രങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ട് പിന്നെ ഈ ഒരു സംഭവത്തിനോട് പ്രത്യേകിച്ചിട്ടൊരു ഭയമില്ലാത്ത പോലെ ആയിട്ടുണ്ട് ആളുകൾക്ക്. അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്തും ഏകദേശം 3000-ഓളം വർഷമുള്ള ഈ ഒരു സിമിലിക്ക് ഇപ്പോഴും ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു എന്താ പറയാ ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്.
Even today, 3,000 years later, as we channels of over, so much live courage of temporary savagery, highly informed but nevertheless of in danger of growing immune. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 3,000 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇടയ്ക്ക് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ കാണാനിടയായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ഹോമറിന്റെ ഈ ഒരു ഇമേജറി ഉണ്ടല്ലോ, ഹോമേഴ്സ് ഇമേജ് ക്യാൻ സ്റ്റിൽ ബ്രിങ് അസ് ടു അവർ സെൻസസ്. അപ്പൊ ഇതിന് ഇപ്പോഴും നമ്മുടെ സെൻസിനെ കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയണം. The callousness of those spears chapped on the woman's back and shoulders survives time and translation. അതായത് ആ സ്ത്രീയുടെ പുറത്ത് കുത്തുന്ന ആ ഒരു അമ്പിന്റെ ആ ഒരു ഷാർപ്പ്നെസ് എന്ന് പറഞ്ഞാൽ കാലാതീതമായിട്ടും ഭാഷാതീതമായിട്ടും നിലനിൽക്കുന്നതാണ്. അതായത് ആ ഒരു ഹോമറിന്റെ കവിതയുടെ ശക്തിയാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇതിൽ ലിറിക് പോയട്രിനെ കുറിച്ച് പറയുന്നുണ്ട്, എമിലി ഡിക്കൻസിനെ കുറിച്ച്, ജോൺ കീറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു സോഫയിൽ അദ്ദേഹം ഇപ്പോഴും ആ ഒരു സോഫയിൽ കയ്യിൽ പിടിച്ചു കയറിയിട്ട് ആ ഒരു ന്യൂസ് കേൾക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്. അതായത് അദ്ദേഹം ഇപ്പോഴും ഒരുപാട് ന്യൂസ് കേൾക്കാനും ഈ ന്യൂസ് കേട്ട് അന്ന് ചെറിയൊരു കുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോയട്രിയിലൂടെ അത് റിഫ്ലക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ദ ഫോം ഓഫ് ദ പോം ഇൻ അതർ വേർഡ്സ് ഇസ് ക്രൂഷ്യൽ ടു പോയട്രീസ് പവർ ടു ഡു ദ തിങ് വിച്ച് ഓൾവേസ് ഈസ് ആൻഡ് ഓൾവേസ് വിൽ ബി ടു പോയട്രീസ് ക്രെഡിറ്റ്. അതായത് ഈ പോയത്തിന്റെ ചില ഫോം എന്ന് പറഞ്ഞാൽ പോയത്തിനോ പോയട്രിക്കോ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നവയാണെന്ന് പറയുന്നുണ്ട്. ദ പവർ, അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു പോയത്തിനും പോയട്രിക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം? The power to persuade that vulnerable part of our consciousness of its rightness in spite of the evidence of wrongness all around it. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ, നമുക്ക് തെറ്റാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും സത്യം ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ, ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് പോയട്രി എന്ന് പറയുന്നത്. അപ്പൊ അത് പോയട്രിയുടെ മാത്രം ക്രെഡിറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.